പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാന്ന് ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരുടെ ഭാഗത്ത് ആക്രമണം, സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ. ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്, അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. KSUകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല, ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്, 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തകരാൻ പോലും ഒരു സിസ്റ്റം ഇല്ലാതിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇന്ന് ലോകോത്തര അംഗീകാരം നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വെറുതെ അങ്ങ് ഉണ്ടായതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 2 സ്ത്രീകൾ നെടും തൂണു കണക്കെ നെഞ്ചു വിരിച്ചു നിന്ന് നേടിയതാണത്. നേതൃത്വത്തിൽ സ്ത്രീകൾ എത്തുമ്പോഴുള്ള അസംതൃപ്തിയുടെ പൊട്ടിയൊരിക്കൽ ഏറിയും കുറഞ്ഞും കാണാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. എന്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ സ്ത്രീയാണവർ. അവരുടെ വീട്ടിൽ കയറി റീത്ത് വെച്ച നെറികെട്ട രാഷ്ട്രീയം ഇന്ന് അവരെ കയ്യേറ്റം ചെയ്യുന്നതിലേക്ക് നീങ്ങുമ്പോൾ തിരിച്ചടി കിട്ടിയാൽ താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നതുകൂടി ഓർക്കുക. വിനോദിനിയുടെ വേദന കൊണ്ട് അക്രമത്തെ ന്യായീകരിക്കുന്ന ഹൂക്ക് കെയർ ക്രൂരന്മാരെ, നിങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിൽ ഇന്ന് പേര് പോലും ഇല്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികൾക്കുമുണ്ട് സാർ വേദന. ആ വേദനയെ തെരുവിൽ നേരിടാൻ ഈ നാട് ഇറങ്ങിയിരുന്നെങ്കിൽ ബാക്കിയുണ്ടാകുമായിരുന്നോ നിങ്ങൾ? വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ടവർ നിയമത്തെ കയ്യിലെടുത്താൽ എവിടെ ചെന്ന് നിൽക്കും സമാധാനത്തിന്റെ വെള്ളയിപ്രാവുകളെ ഈ നാട്? ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രം വിശ്വസിക്കുന്ന നേതാക്കളോടാണ്. ആക്രമണ സമയത്ത് മാധ്യമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, CPIMകാരും. അപ്പോൾ മന്ത്രിയെ ആക്രമിച്ച KSUക്കാർ തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുമെന്നാണോ നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ VK സനോജ് CPIMൽ നിന്നും, അലോഷ്യസ് സേവിയർ KSU നേതാവ്, അഡ്വക്കേറ്റ് വസന്ത് സിറിയ കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ സാമൂഹിക നിരീക്ഷക എന്നിവരാണ്. ആദ്യം അലോഷ്യസ് സേവിയറിലേക്കാണ്. അലോഷ്യസ്, സമരങ്ങൾ ജനാധിപത്യത്തിൽ സാധാരണ ഉണ്ടാകാറുണ്ട്, നമ്മൾ ഒരുപാട് തവണ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സമരം എന്നതിൽ നിന്ന് മാറി അക്രമത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു സ്ത്രീയെ, ഒരു മന്ത്രിയെ തെരുവിൽ ആക്രമിക്കുന്ന നിലയിലേക്ക് ഒരു സംഘടന എത്തുന്നു. അതിന് പിന്നാലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന ന്യായീകരണം കൂടി. എത്രമാത്രം ഭൂഷണമാണ് ഈ നിലപാട്? ഇത് അവതാരികയുടെ ഇൻട്രോയോടുള്ള വിയോജിപ്പ് ആദ്യമേ തന്നെ രേഖപ്പെടുത്താൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ KSU പ്രവർത്തകർ ഈ മന്ത്രി വീണ ജോർജിന് നേരെ അക്രമം അഴിച്ചുവിട്ടു എന്ന തരത്തിലേക്കുള്ള ഇൻട്രോയൊക്കെ കേൾക്കുമ്പോൾ BGM ഇട്ട് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രിയാണ്, വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ BGMൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി അതിനൊക്കെ വലിയ രസമുണ്ടാവും. പക്ഷേ ഇന്ന് കണ്ണൂരിൽ നടന്നത് തികച്ചും ജനാധിപത്യപരമായിട്ടുള്ളൊരു സമര പ്രതിഷേധ രീതി മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ വിഷയങ്ങളുണ്ടാകുമ്പോൾ, കരിങ്കൊടി പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള സമരങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഞങ്ങൾ അവിടെ മന്ത്രി വീണ ജോർജിന് നേരെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ, കരിങ്കൊടി ഉതിർക്കുമ്പോൾ മന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ വിഷയമുണ്ടായി എന്ന് പറഞ്ഞ് 2-3 മണിക്കൂറുകൾക്ക് ശേഷവും KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു വിഷ്വലുകൾ നിങ്ങൾക്ക് ഇതുവരെ മാധ്യമങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ അതിൽ വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, യാതൊരു രീതിയിലേക്കുള്ള ആക്രമണവും മന്ത്രിക്ക് നേർക്ക് ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ദൃശ്യങ്ങളില്ല എന്നത് പറഞ്ഞാണല്ലോ ഇപ്പോഴും ഈ ഘട്ടത്തിലും അലോഷ്യസ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങളില്ല, ശരിയാണ്, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത സാഹചര്യത്തോളം ആക്രമിച്ചിട്ടില്ല എന്ന് KSU പറയുന്നതും ആക്രമിക്കപ്പെട്ടു എന്ന് ഒരു വനിതാ മന്ത്രി പറയുന്നതും ഈ സമൂഹം ഒരുപോലെ കേൾക്കുകയാണ്. അപ്പോൾ KSU പറയുന്നതിനെ മാത്രം വിശ്വാസത്തിലെടുക്കുകയും ആ നിലയിൽ ഇപ്പോൾ അലോഷ്യസ് പറഞ്ഞതുപോലെ ഒരു ചർച്ചയുടെ ഇൻട്രോ തന്നെ പരുവപ്പെടുത്തണം എന്ന് പറയുന്നതിലെയും യുക്തി എന്താണ് അലോഷ്യസ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, മന്ത്രി വനിതയാണോ പുരുഷനാണോ എന്നതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വനിതയായിക്കോട്ടെ, പുരുഷനായിട്ടോ മന്ത്രി ആയിക്കോട്ടെ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാം. ഇത് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്, പ്രതിസന്ധി എന്താണ്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ വളരെ സുരക്ഷിത ബോധത്തോടു കൂടിയിട്ട് ആ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ആശുപത്രിയിൽ ഒരു രോഗമായി ചെല്ലുന്ന ഒരു
രോഗി മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ കാടടച്ച് വെടിവെച്ച് പോകാൻ സാധിക്കുമോ അലോഷ്യസ്? ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ ആ നിലയിൽ ക്രിയാത്മകമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ചോദ്യമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ആശുപത്രിയിൽ പോയ ഏതൊരാളും മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നതിലെ യുക്തി എന്താണ് അലോഷ്യസ്? അതല്ല വാസ്തവം എന്നുള്ളത് എനിക്കും അറിയാം, അലോഷ്യസിനും അറിയാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇന്നുണ്ടായ ആക്രമണമാണ് അല്ലേ? ശരിയാണ് അലോഷ്യസ് പറയുന്നത് പോലെ ആക്രമിച്ചു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ കഴുത്തിന് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്പെസിഫിക് ദൃശ്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ ദൃശ്യമില്ല എന്നതിന്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? അല്ല, താങ്കൾക്ക് ആക്രമിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? വളരെ ആധികാരികമായി താങ്കൾ പറയുന്നുണ്ടല്ലോ, KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു. എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്? താങ്കൾക്ക് ആരെങ്കിലും, തങ്ങളുടെ റിപ്പോർട്ടർമാർ ആരെങ്കിലും നേരിട്ട് കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇത്രയേറെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ 3-4 മണിക്കൂർ കഴിഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാ സോഴ്സുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ. നിങ്ങൾ എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പ്രസ്താവന നടത്തുന്നത്? KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു. KSU പ്രവർത്തകർ ആരെങ്കിലും ആകെ 4 KSU പ്രവർത്തകരെ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ടായിരുന്നുള്ളൂ. 20-25ഓളം വരുന്ന പോലീസ് പരിവാരങ്ങളുടെ സംരക്ഷണ വലയത്തിലായിരുന്നു ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. പ്രതിഷേധം രേഖപ്പെടുത്തി ചെല്ലുമ്പോൾ ഈ പറയുന്ന KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടി മന്ത്രിയെ വളയുന്നുണ്ട് പോലീസുകാർ, KSU പ്രവർത്തകരെ വളയുന്നുണ്ട്. KSU പ്രവർത്തകരും മന്ത്രിയും തമ്മിൽ ആ വിഷ്വലുകളിലെല്ലാം വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകും, നല്ലൊരു ഡിസ്റ്റൻസിന് അപ്പുറം തന്നെയാണ് മന്ത്രി നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ആക്രോശിച്ചു കൊണ്ടുവരുന്ന മന്ത്രിയാണ്. ആരടാ KSUക്കാർ എന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു കൊണ്ടുവരുന്ന ഒരു മന്ത്രി, അസഭ്യം പറയുന്ന ഒരു മന്ത്രി. പ്രതിഷേധങ്ങളെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന പ്രതിഷേധങ്ങളാണ്. ആ പ്രതിഷേധങ്ങൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് എന്നെ കയ്യേറ്റം ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയിലേക്ക് കടന്നു വരും. എന്നിട്ട് പോലും ഈ പറയുന്ന KSU പ്രവർത്തകർ യാതൊരു രീതിയിലേക്കും ആക്രമിക്കുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്ര കഴിവേട്ട വകുപ്പാണെന്ന് ഈ പറയുന്ന CPM-കാരൻ സ്ഥാപിക്കുമല്ലോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. 4 KSU പ്രവർത്തകരെ തടയാൻ വേണ്ടിയിട്ട് 25 പോലീസുകാർക്ക് സാധിച്ചില്ല എന്നുള്ളൊരു നരേഷനിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത്? വളരെ വ്യക്തമായിട്ട് ഇത് ഒരു അവസരം ഉണ്ടായപ്പോൾ, ഒരു പ്രതിഷേധം ഉണ്ടായപ്പോൾ, അല്ല ഞാൻ സൂചിപ്പിക്കട്ടെ, അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമാണല്ലോ. എന്ത് അസഭ്യമാണ് മന്ത്രി പറഞ്ഞത്? ആ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി KSU സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ആക്രോശിച്ചുകൊണ്ട് വരുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അസഭ്യം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ മന്ത്രി അങ്ങോട്ടേക്ക് ആക്രോശിച്ചു വരുന്നതെല്ലാം വളരെ വ്യക്തതയോട് കൂടിയിട്ട് ആ വിഷ്വലുകളെല്ലാം ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം താങ്കൾ മന്ത്രിയെ ന്യായീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു, മന്ത്രിക്ക് അത് KSU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിന്റെ ഫലമായി പരിക്കുണ്ടായി എന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ, താങ്കൾ ഏതെങ്കിലും വിഷ്വലുകൾ പുറത്തുവിടുകയാണെങ്കിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതിനുള്ള മറുപടി ഞാൻ പറയാം. അതില്ലാതെ താങ്കൾ വളരെ ആധികാരികമായി പറയുകയാണ് KSU പ്രവർത്തകർ ആക്രമിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്ന താങ്കൾക്ക് KSU പ്രവർത്തകർ മാത്രമല്ല, താങ്കൾക്ക് അങ്ങനെയല്ലേ അലോഷ്യസ്? അല്ലാതെ ഇന്ന ആള് പറയുന്നത് വിശ്വസിക്കാവൂ എന്ന് ശഠിക്കാൻ പാടുണ്ടോ? ഒരു നിമിഷം, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട. അവിടെയുള്ള മന്ത്രിയോ ഈ പറയുന്ന ഷംസീർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ല, അതവിടെ മാറ്റി നിർത്തട്ടെ. അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്നിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ഓഡിയോ വേണമെങ്കിൽ ഞാനിപ്പോൾ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരണമെങ്കിൽ ഞാൻ ഓഡിയോ അയച്ചു തരാം. ആ സ്ത്രീ അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്നുകൊണ്ടിരുന്ന സ്ത്രീ വളരെ വ്യക്തതയോട് കൂടി പറയുന്നു, 2-3 ചെറുപ്പക്കാർ അവിടെ പ്രതിഷേധവുമായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കരിങ്കൊടിയുണ്ട്. മന്ത്രി അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു, ഇതിലേക്ക് ആക്രോശിച്ചുകൊണ്ടിരുന്നു. യാതൊരു രീതിയിലേക്കുള്ള ആക്രമണമോ ഈ KSU പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവിടെ ദൃക്സാക്ഷിയായിട്ടൊന്ന് നിന്ന ഒരു സ്ത്രീയുടെ ഓഡിയോ എന്റെ പക്കലുണ്ട്. താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് താങ്കൾക്ക് ഫോർവേഡ് ചെയ്യാം. സമാധാനപരമായി അവിടെ പ്രതിഷേധിച്ച് മടങ്ങിപ്പോകുന്നു. അതിനുശേഷം ആരോഗ്യമന്ത്രി പെട്ടെന്ന് എന്നെ ആക്രമിച്ചു എന്നൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. KSUവിന്റെ പ്രതിഷേധത്തിന് ശേഷം അവിടെ എന്തുണ്ടായി എന്നുള്ളതാണ് അലോഷ്യസ് മനസ്സിലാക്കുന്നത്.
അല്ല 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 സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി, നമുക്കറിയാം ആള് മോണാക്റ്റിലൊക്കെ വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന നല്ല അഭിനയ കുലപതിയാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി ആർക്കും യാതൊരു തർക്കവുമില്ല. സ്കൂളിൽ മൈലപ്ര സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോണാക്ട്, പെൺകുട്ടികളുടെ മോണാക്റ്റിൽ 1ാം സ്ഥാനം നേടിയ മന്ത്രി ഈ പറയുന്ന വീണ കുര്യാക്കോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അതേ അഭിനയ പാഠത്തോട് കൂടിയിട്ടാണ് വീണ ജോർജ് ഇവിടെ അഭിനയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കരിങ്കൊടി പ്രതിഷേധം, അതും മന്ത്രിയുടെ അടുത്ത് പോലും ദേഹത്ത് പോലും അതിന്റെ യാതൊരു രീതിയിലേക്ക് ആക്രമണം ഏൽക്കാതെ 2-3 മീറ്റർ അപ്പുറം നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയോഗം നടത്തുമ്പോൾ ഇത് എങ്ങനെയാണ് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റുന്നത്? അതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ പ്രതികരണത്തിൽ എന്താ പറയുന്നത്? മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. എന്നിട്ട് ആശുപത്രിയിൽ ചെന്നതിന് ശേഷം മന്ത്രിയുടെ കഴുത്തിന് വെൽറ്റിടുന്നു. നിമിഷ നേരങ്ങൾക്കകം മുഖ്യമന്ത്രി വരുന്നു, മന്ത്രി പരിവാരങ്ങൾ നടത്തുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് CPM വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം വലിയ രീതിയിലേക്കുള്ള മറ്റേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇതിൽ നിന്നെല്ലാം സുവ്യക്തമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ഇവിടെ വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധി കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുമ്പോൾ, വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നിൽക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള CPMന്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ഒരു അവസരത്തെ മുതലെടുക്കുക. യാതൊരു രീതിയിലേക്കുള്ള ആക്രമണം KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. ശരി തുടരുക. ഞാൻ ആലോചിച്ചിലേക്ക് മടങ്ങി വരാം. VK സനോജിലേക്കാണ്. സനോജ് കേൾക്കാമോ? കേൾക്കാം. സനോജ്, ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യമാണ്. ഒന്ന്, ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ലായിരുന്നു KSUക്കാർ. പിന്നെ എങ്ങനെയാണ് അവർ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള വാദം പൊടുന്നനെ ഉയർന്നു വരുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2 പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതിൽ KSU പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിൽ മന്ത്രിക്ക് നേരിട്ട് ആക്രമണം ഏൽക്കുന്ന ദൃശ്യങ്ങളില്ല. അപ്പോൾ പിന്നെ അവിടെ പ്രതിഷേധം നടത്തി മടങ്ങിപ്പോയ KSUക്കാർ എങ്ങനെയാണ് മന്ത്രിയെ ആക്രമിച്ചത് എന്നുള്ള വാദത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എത്ര ദുർബലമായ വാദമാണ് ഈ അലോഷ്യസൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നത്? ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നൊരു സാമാന്യ ബോധമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവണ്ടേ? യഥാർത്ഥത്തിൽ ഇന്ന് നടത്തിയിട്ടുള്ള സമരത്തെ തള്ളിപ്പറയാൻ ആവശ്യമായ നല്ല ഔന്നത്യമാണ് യഥാർത്ഥത്തിൽ ഒരു KSU പ്രസിഡന്റ് കാണിക്കേണ്ടത്. ഇന്ന് വീണ ജോർജ് കണ്ണൂരിലെ പരിപാടിക്ക് പങ്കെടുത്ത് സ്വാഭാവികമായിട്ടും തിരിച്ച് ട്രെയിനിൽ പോവുകയാണ്. പോകുന്ന വഴിയിൽ സ്വാഭാവികമായിട്ടും പ്രകടനം വിളിച്ച് ആളുകൾ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയൊക്കെ കാണിക്കുന്നത് നമുക്കൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എടുക്കാം. ഇത് റെയിൽവേ സ്റ്റേഷനിൽ പതുങ്ങി നിന്ന് മന്ത്രിക്ക് നേരെ ചാടി വീണ് മന്ത്രിയെ ആക്രമിച്ച് കഴുത്തിന് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. മന്ത്രി ഇത് അത്യാസന്ന നിലയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് നാണമില്ലാതെ ചർച്ചയിൽ വന്നിട്ട് മന്ത്രിയെ അടിക്കുന്ന രംഗമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മന്ത്രിക്ക് പിന്നെ ഒരു പരിക്കുമില്ലാതെ പോകാൻ പുറപ്പെട്ട മന്ത്രി തിരിച്ചു വന്ന് അഡ്മിറ്റായി എന്നാണോ ഈ അലോഷ്യസ് പറയുന്നത്? നിങ്ങൾ കാണാത്ത അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗോവിന്ദചാമി ജയിൽ ചാടുന്ന ആരും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ചാടുന്നത് ആരും കാണാത്തതുകൊണ്ട് ചാടിയിട്ടില്ല എന്ന് പറയുമോ? നിങ്ങൾ എന്താണ് ഈ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കൂ. ഈ അലോഷ്യസ് പറയുന്നത് അടിക്കുന്ന ആരും കണ്ടിനോ എന്നാ ചോദിക്കുന്നത്. നിരവധി ദൃശ്യങ്ങളുണ്ട്. മന്ത്രിയുടെ നേർക്ക് ആക്രോശിച്ച് അടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആൾക്കൂട്ടമാണ്. പിന്നെ അതിനിടയിൽ പിന്നെ ക്യാമറയൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ മന്ത്രിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരാനിരിക്കുകയാണ്. എന്തെല്ലാം പച്ചക്കള്ളമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇറക്കിയത്. ഞാൻ പറയട്ടെ ഞാൻ ഇപ്പം ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ചാണ് ഈ ചർച്ചയിലിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് ഒരു ഭാഗത്ത് തിരിയാൻ പറ്റാത്ത വിധത്തിൽ നല്ല പരിക്ക് ആരോഗ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രിയെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദന കൊണ്ട് പുളയുന്ന ആരോഗ്യമന്ത്രിയാണ് ഞാൻ നേരിട്ട് അവിടെ കണ്ടത്. അതുകൊണ്ട് ആരോഗ്യമന്ത്രി എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഓഫീസിൽ ഇരിക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ വിശ്വസിച്ച് വരും. അതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ആവശ്യമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തെല്ലാം കളവ് ഇവർ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നത് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് കഴുത്തിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന്? ആരെങ്കിലും പറഞ്ഞോ? മന്ത്രി പറഞ്ഞോ? മന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? മന്ത്രിയുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരും പറയാത്ത ഒരു കാര്യം കനകോലുവിൻ്റെ ക്യാപ്സ്യൂൾ വരങ്ങ് ഇറക്കുകയാണ്. എന്നിട്ട് മന്ത്രിയുടെ നേരത്തെ നിൽക്കുന്ന ഫോട്ടോ കാണിക്കുക. നേരത്തെ തന്നെ മന്ത്രിയുടെ കൈക്ക് ഒരു കറുത്ത പാടുണ്ട്. ആ കറുത്ത പാടാണ് ഇപ്പോൾ KSU അക്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് മന്ത്രി പ്രചരിപ്പിക്കുന്നു, ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു, CPM പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മന്ത്രിയുടെ കൈക്കാണ് പരിക്ക് എന്ന് ഇതുവരെ ബന്ധപ്പെട്ട ഒരിടത്ത് നിന്നും ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല. അപ്പോൾ ബോധപൂർവം കള്ളം പറഞ്ഞിട്ട്
ഈ വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അന്തസ്സുള്ള പരിപാടിയല്ല. ഇതിനെ ജനാധിപത്യ പ്രതിഷേധം എന്നല്ല പറയുക. ഒരു മന്ത്രിയുടെ വീട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒളിച്ച് കയറിയിട്ട് റീത്ത് വെച്ച സംഘമല്ലേ ഇവർ. റീത്ത് വെക്കുന്ന എന്താ? നമ്മുടെ നാട്ടിലെ ആളുകൾ സാധാരണ മരണപ്പെട്ട റീത്ത് വെക്കുക. പ്രതിഷേധമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം മന്ത്രിയുടെ വീട്ടിൽ പോയി റീത്ത് വെച്ചിട്ട് അതിനെപ്പോലും ന്യായീകരിക്കുന്ന സംഘം. അപ്പം മന്ത്രിയെ കൊല്ലാനുള്ള പദ്ധതി, മന്ത്രിയെ അപായപ്പെടുത്താനുള്ള പദ്ധതി, ഗൂഢാലോചന, അത് ഈ VD സതീശനും സംഘവും അറിഞ്ഞുകൊണ്ട് തയ്യാറാക്കിയതാണ്. എന്താ കാര്യം? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ കുതിപ്പ് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നു. കേരളത്തിൻ്റെ വികസനം, ക്ഷേമം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുന്നു. സതീശൻ്റെ നുണകൾ ഒരു ഭാഗത്ത് പൊളിഞ്ഞടുങ്ങുന്നു. സതീശൻ്റെ നുണകൾക്ക് വേണ്ടി പ്രത്യേക ഫേസ്ബുക്കിൽ പേജുണ്ടാവുന്നു. സതീശൻ എന്താണെന്ന് കൂടുതൽ തുറന്നു കാട്ടപ്പെടുന്നു. വെപ്രാളമാണ്. അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്ന ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന അക്രമങ്ങൾ, ഇത് അങ്ങേയറ്റം അപകടമാണ്. ജനാധിപത്യ സംവിധാനം ചേരാത്തതാണ്. അപ്പോൾ ഇന്ന് കണ്ണൂരിൽ നടന്നത് യഥാർത്ഥ ജനാധിപത്യ സമരമല്ല. ഇന്ന് കണ്ണൂരിൽ നടന്നത് ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസം, ഈ ക്രിമിനൽ പ്രവൃത്തിയെ തള്ളിപ്പറയേണ്ട രാഷ്ട്രീയ മര്യാദയാണ് ഈ അലോഷിയെ പോലെയുള്ള ഉയർന്ന നേതൃത്വം കാണിക്കേണ്ടത്. ആ പക്വത കാണിക്കുന്നതിന് പകരം അതും ഇതും വന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിൽ ഇങ്ങനെ അപഹാസ്യരാവരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം VK സനോജിലേക്ക്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ആശ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടാകുന്ന ബോധപൂർവമായ ചില നീക്കങ്ങൾ, ശ്രമങ്ങൾ, അത് വാസ്തവത്തിൽ ആദ്യമല്ല. അവർ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റ ഘട്ടം മുതൽ തന്നെ ബോധപൂർവം അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്ന നിലയിൽ പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടത്തിൽ സമൂഹ മാധ്യമത്തിലടക്കം അതിന് തുടർച്ചയായി പല പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ സനോജ് പറഞ്ഞതുപോലെ മുൻപ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ച് പ്രതിഷേധം നടത്തുമ്പോൾ എന്താണ് ഒരു റീത്ത് വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ സംഭവം. അവിടെയും നോക്കൂ, ആ ദൃശ്യങ്ങൾ, ആക്രമിക്കുന്ന സ്പെസിഫിക് ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി കള്ളം പറയുന്നു, അവരുടെ പഴയ അവർ മോണോ ആക്ടിലൊക്കെ പങ്കെടുത്ത ആളാണ്, ആ നിലയിലുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും ഒക്കെയാണ് ഉണ്ടാകുകയും ചെയ്യുന്നത്. എന്താണ് ആശ ഉണ്ണിത്താൻ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്? ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല എന്നതിനർത്ഥം ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നാണോ? ഒന്നാമത്തെ കാര്യം, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തോന്നിയ പോലെ തോന്നിക്കേറി ചെന്ന് ഗറില്ല ആക്രമണങ്ങൾ നടത്താനും പോക്കറ്റ് അടിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഉള്ള അസാൻമാർഗിക കാര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമല്ല. റെയിൽവേ സ്റ്റേഷൻ വളരെ തന്ത്രപ്രധാനമായ സ്ഥലമായിട്ട് നമ്മൾ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു സെൻറ്ററാണ്. അവിടേക്ക് അങ്ങനെ അനുവാദമില്ലാതെ കടന്നുകൂടാൻ പാടില്ല. സോ ഫ്രം ദർ ഇറ്റ് സെൽഫ് ക്രിമിനൽ ട്രെസ്പാസ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ മന്ത്രി യാത്ര ചെയ്യുന്നു, ഓക്കെ, ഒരു മനുഷ്യൻ്റെ യാത്രാ സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ഹനിക്കുന്നത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നമുക്ക് ഫേസ്ബുക്ക് തൊട്ട് ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ എല്ലാവിധ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ഈ ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ പ്രാകൃത രീതികളൊക്കെ മാറ്റിവെച്ച് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് അവർക്ക് കൃത്യമായി തന്നെ ജനങ്ങളെല്ലാം വായിക്കുന്ന പോസ്റ്റുകളോ റീലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഡിജിറ്റൽ മാധ്യമ സ്പേസസോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ റോട്ടിൽ തന്നെ പോസ്റ്റർ ചെയ്തോ ഒക്കെ ചെയ്യാലോ. ഒരു മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടാണോ പ്രതിഷേധം ചെയ്യേണ്ടത്? ഒരു വ്യക്തിയുടെ വഴി തടയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രതിഷേധങ്ങൾ നമ്മൾ സ്വാഭാവികമായും ഒരുപാട് എടുത്ത് കണ്ടിട്ടുള്ളതാണല്ലേ. കോടതിയല്ല, നോക്കൂ മാഡം, നമ്മൾ കോടതിയിലല്ല ഇരിക്കുന്നത്. ആക്രമണം നടന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. മന്ത്രി പറയുന്നു, ഒരു മനുഷ്യൻ പറയുന്നു, ഒരു സ്ത്രീ പറയുന്നു എൻ്റെ നേരെ ആക്രമണം നടന്നു എന്ന് പറഞ്ഞാൽ FIR ഇടുക, കേസ് രജിസ്റ്റർ ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻ സ്വതന്ത്രമായി തന്നെ പോലീസ് നടത്തുന്നു, അത് കോടതിയിലെത്തുന്നു, ട്രയൽ വരുന്നു. വിചാരണ സമയത്ത് നടന്നോ ഇല്ലേ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടും. അല്ലാതെ നമ്മൾ മാധ്യമത്തിൽ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് രണ്ടുപേരും ആക്രമണം നടന്നോ നടന്നില്ലേ എന്ന് പറയേണ്ടത് അല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം, അതായത് ഒരു മനുഷ്യന് നേരെ നടക്കുന്ന ഒരു അതിക്രമം, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യ അവകാശങ്ങളുള്ളപ്പോൾ അത് അനാർക്കിയിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്. ഇത് ഏതൊക്കെ രീതിയിലാണ് ന്യായീകരിക്കാൻ സാധിക്കുക? അഹിംസ പറയുന്ന, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന, സോഷ്യലിസം പറയുന്ന ഒരു മനുഷ്യർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുണ പറ്റി അതിൻ്റെ കൊടിയും അതിൻ്റെ അടയാളവും അതിൻ്റെ ഇസവും മുറിയെ പിടിക്കുന്ന ചെറുപ്പക്കാർ ഒരു മനുഷ്യനോട്, ശരിയാണ്, ആഭ്യന്തരത്തിന് നേരെ നമ്മൾക്ക് കൃത്യമായി തന്നെ നിങ്ങൾക്കോ നമുക്കോ ഒക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ ആക്ഷേപങ്ങൾ ഉണ്ടാവാം. അത് ആ രീതിയിൽ ഉപയോഗിക്കണം. അതല്ലാതെ നിങ്ങൾ ചെയ്യേണ്ട
ചെയ്യേണ്ടത് ഒരു മന്ത്രിയുടെ നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇവിടുത്തെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ശരിയാണ്, ഗറില്ല അതിക്രമം ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ കാലത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്? റോട്ടിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് ചെറുപ്പക്കാർ ജീവൻ പൊലിയുകയും പോലീസ് ആക്രമിക്കപ്പെടുകയും കാലാകാലങ്ങളോ വർഷങ്ങളോളം കേസ് നടത്തുകയും യൂണിവേഴ്സിറ്റി എക്സാം പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥ വരികയും ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ഇവർ എത്തുകയും ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കൃത്യമായി തന്നെ ഇവരൊക്കെ ഉയരേണ്ട സമയം കഴിഞ്ഞു. ഇവർക്ക് ഈ പ്രാകൃതമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ നിന്നും ഈ ചെറുപ്പക്കാർ ഉയർന്ന് പ്രവർത്തിക്കേണ്ട പുരോഗമനപരമായ രീതിയിൽ ലോകത്തിനൊപ്പം സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇവർ ഇവിടെ ഇരുന്നിട്ട് തർക്കിച്ചിട്ട് നിങ്ങൾ കുറേ പേര് ഉപദ്രവിച്ചില്ലേ, ഞങ്ങൾ കുറേ പേര് ഉപദ്രവിച്ചില്ലേ എന്ന് പറയണ്ട. അതുപോലെ തന്നെ ഒരാൾ FIR ഇടണം, എനിക്കൊരു പരാതി ഇടുന്നത് പറഞ്ഞാൽ പരാതി എടുക്കണം. മന്ത്രി ചെയ്തുകൊണ്ട് എന്താ പരാതി എടുക്കാൻ പറ്റില്ലേ? മന്ത്രിക്ക് യാതൊരുവിധ നിയമപരമായ പരിരക്ഷയും നമുക്ക് കൊടുക്കണ്ട എന്നാണോ? മന്ത്രിയുടെ നേരെ പോലും ഇങ്ങനെ ചെയ്യാൻ മടിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ സാധാരണക്കാരായ സ്ത്രീകളുടെ നേരെ അതിക്രമം നടത്തില്ല എന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു സംശയത്വം പോലും ഉണ്ടെങ്കിൽ മന്ത്രിയുടെ നേരെ കൈയോങ്ങി അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നു, ഇനി അടി വാങ്ങി മന്ത്രി വഴിയിൽ കിടന്ന് ചവിട്ട് കിട്ടിയ ശേഷം മാത്രമേ FIR എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയണേ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നോ? ഇത് ഏത് കാട്ടുനീതിയാണ് കാട്ടിൽ പോലും ഈ നീതിയില്ല. എന്ത് നീതിയാണ് സംസാരിക്കുന്നത്? എൻ്റെ നേരെ ആക്രമിക്കാൻ ഒരാൾ വന്നു, എൻ്റെ മനസ്സിൽ ദ ആപ്രിഹെൻഷൻ സ്റ്റാർട്ട്സ്. നിയമം പറയുന്നത് എന്താണ്? എൻ്റെ മനസ്സിലേക്ക് ആ ഭയം വന്നു, മന്ത്രി ആക്രോശിച്ചു, പിന്നെ എന്നെ തല്ലുകയും തെറി പറയുകയും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്കെതിരെ മുദ്രാവാക്യങ്ങളും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് റീത്തും വെക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അതിക്രമിക്കുന്ന ആളുകളെ നേരിടാനുള്ള അവകാശം സെൽഫ് ഡിഫെൻസ് നമ്മുടെ റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെട്ട സാധനമാണ്. 10 സെക്ഷനാണ് BNS മാറ്റി വെച്ചിരിക്കുന്നത്, IPC മാറ്റി വെച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്നെ അതിക്രമിക്കുമെന്ന ഭയം, ആപ്രിഹെൻഷൻ വരുന്ന നിമിഷം മുതൽ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒപ്പം തന്നെ ആ റൈറ്റ് ടു സെൽഫ് ഡിഫെൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമായി എന്നെ നിങ്ങൾ അടിച്ചാൽ നിങ്ങളെ ഞാൻ തുപ്പും, നിങ്ങളെ ഞാൻ അടിക്കും, നിങ്ങളോട് ഞാൻ ചിലപ്പോൾ ഞാൻ അത്രയും ബാലൻസ്ഡ് ആയിട്ട് പെരുമാറി എന്ന് വരില്ല. ഔട്ട് ഓഫ് സഡൻ പ്രൊവോക്കേഷൻ, ഔട്ട് ഓഫ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ തിരിച്ചു പറയും. നിങ്ങൾ ആരാണ് എന്നെ തല്ലാനെന്ന് ചോദിക്കും, എന്തിനാ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് ചോദിക്കും, ധൈര്യമുണ്ടെങ്കിൽ ആക്രമിക്കട എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ പ്രതികരണങ്ങളാണ്. ആ പ്രതികരണം തെറ്റാന്നും അവിടെ മന്ത്രി അസഭ്യം പറഞ്ഞുവെന്നും നിങ്ങൾ ആക്രമിക്കാനും ഒളിച്ചിരുന്ന് നിങ്ങൾ കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ എന്താ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താണോ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയത്? ടിക്കറ്റ് അവിടെ ഒളിച്ചിരുന്ന് നിയമലംഘനം നടത്തിക്കൊണ്ട് ഭരിക്കുന്ന ആൾക്കാർ ചെയ്തത് ശരിയെന്ന് നമ്മൾ പറയണോ? ഇതാണോ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ മാതൃക പറഞ്ഞു കൊടുക്കേണ്ടത്, ചെറുപ്പക്കാർക്ക് മാതൃക പറഞ്ഞു കൊടുക്കേണ്ടത്? മറ്റുള്ള പഴയ രീതിയിലുള്ള എല്ലാവിധ കാര്യങ്ങളെയും മാറ്റി പുതിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു. ഉണർന്ന് പ്രവർത്തിക്കാനും മാറി ചിന്തിക്കാനും തിരുത്തി പ്രവർത്തിക്കാനും മാപ്പ് പറയാനൊക്കെ പറയുക കുട്ടികളുടെ അടുത്ത്. ശരി, ഓക്കെ, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇപ്പോൾ വസന്തിൽ നിന്നും ഞാൻ അല്പം കൂടി ഇപ്പോൾ KSUവിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നിലയ്ക്കല്ല വസന്തിന്റെ പ്രതികരണത്തെ തേടുന്നത്. നോക്കൂ വസന്ത, ആരോഗ്യമന്ത്രിയെ പോലെ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു എന്ന് പെട്ടെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അടക്കം വന്നങ്ങ് കള്ളം പറഞ്ഞ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവും എന്ന് വിശ്വസിക്കുന്ന ലോകത്താണോ വസന്ത നമ്മൾ ജീവിക്കേണ്ടത്? അവിടെ കൃത്യമായും ആ സ്ത്രീ, ഒരു മന്ത്രി ഞാൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ആ ദൃശ്യങ്ങൾ വന്നില്ല, അതുകൊണ്ട് ആക്രമിച്ചില്ല എന്ന് പറയുന്ന വാദം എത്രമാത്രം നിലനിൽക്കും വസന്ത? അത് എത്രമാത്രം യുക്തിപരമാണ്? മുൻപ് ഈ ഷാഫി പറമ്പിൽ MPക്കുണ്ടായ പരിക്കുമൊക്കെ ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ വസന്ത. അപ്പോൾ അന്ന് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു ആ വിഷയത്തിൽ? അല്ല അസിത, നോക്കൂ, ഈ വിഷയത്തിൽ KSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ ശബ്ദങ്ങൾ തമ്മിൽ നേർത്തതായ പോലും വ്യത്യാസമില്ല. ഞങ്ങളുടെ നിലപാട്, മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും FIR ഇട്ട് അന്വേഷിക്കണം. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകർ പറഞ്ഞു FIR ഇടാൻ ഇന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. ആര് പറഞ്ഞു മാഡം? ഞങ്ങളാരെങ്കിലും പറഞ്ഞോ FIR ഇടണ്ടെന്ന്? ഞങ്ങളാരും പറഞ്ഞതിൻ്റെ പേരിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പോലീസ് ഇവിടെ FIR ഇടാതിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ സർക്കാർ വെളിയിൽ വിടണം. ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ളതാണ്. ഒന്ന്, KSU പ്രവർത്തകർ തന്നെ ചിത്രീകരിച്ചിട്ടുള്ളതും, 2 മന്ത്രിയുടെ പോലീസ് ഗൺമാൻ അടക്കമുള്ള മന്ത്രിയുടെ കൂടെയുള്ള പോലീസ് വെളിവിട്ടതുമായിരിക്കുമല്ലോ. അപ്പോൾ നേരത്തെ ഈ സനോജ് ചോദിക്കുന്നത് കേട്ടു, ഏത് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി എന്നറിയാൻ വേണ്ടി വീഡിയോ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, സനോജ, ഈ വിഷയത്തിലൊരു പ്രശ്നമുണ്ട്. ഗോവിന്ദച്ചാമി മതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന വരെയുള്ള വീഡിയോ ഉണ്ട്, മതിലിൽ ചാടിയ ശേഷമുള്ള വീഡിയോ ഉണ്ട്, മതിലിൽ ചാടി കയറുന്ന വീഡിയോ മാത്രമാണ് ഇനി കാണാനുള്ളത്. അതായത് ഇപ്പോൾ വെളിയിൽ വളരെ കൃത്യമായി 2 വീഡിയോകളുണ്ട്. ഒന്ന്, മന്ത്രിക്ക് നേരെ പ്രതിഷേധവുമായി കടന്നു വരുന്ന KSU പ്രവർത്തകരുടെ, കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകരുടെ സമര
കാഹളമാണ്. അത് എല്ലായിടങ്ങളിലും ഉണ്ടാകും. ഇപ്പം നേരത്തെ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു, എനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തോന്നിയാൽ ഉടനെ ഞാൻ പ്രക്ഷുബ്ധയാകും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രൊവോക്ഡ് ആവും, ഞാൻ അവരെ വെല്ലുവിളിക്കും. അങ്ങനെയല്ല മേഡം. ഇത് ഈ മന്ത്രി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഇവിടെ ഒരു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവിടെ ഉമ്മൻചാണ്ടി തൊട്ട് 1 ഡസൻ കോൺഗ്രസ് നേതാക്കളെല്ലാം, ഞങ്ങളുടെ നേതൃത്വം എല്ലാം തന്നെ ഡിവൈഎഫ്ഐയുടെ സമരകോലാഹലം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടിൻ്റെ പേരിൽ കരിങ്കൊടി കണ്ടിട്ടുള്ളവരാണ്. പിണറായി വിജയൻ കരിങ്കൊടി കണ്ടിട്ടില്ലേ? പിണറായി വിജയൻ കരിങ്കൊടി കണ്ടതിൻ്റെ വിഷമത്തിൻ്റെ പുറത്തല്ലേ ആലപ്പുഴയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകൻ്റെ തലച്ചോറ് വെളിയിടാൻ വേണ്ടി ഈ പിണറായി വിജയൻ്റെ ഗൺമാൻ വെളിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടത്? അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകർ സംയമനം പാലിക്കണം. അവർ കരിങ്കൊടികൾ കാണാൻ പ്രാപ്തരാണ്. അവരത് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ ജീവിതശൈലി മുമ്പോട്ട് പോകുന്നത്. അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും അതെ, BJP-കാരനാണെങ്കിലും അതെ, CPM-കാരനാണെങ്കിലും അതെ. ഇനി CPM-കാരിൽ ഒരു വനിതയാണെങ്കിലും അതെ, അവർ ഇന്നും ഇന്നലെയും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാണോ? അല്ലല്ലോ. അതിലൊരു പ്രതിഷേധിക്കരുതെന്നല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ റീത്ത് വെച്ചൊരു പ്രതിഷേധം ഉണ്ടായില്ലേ? പ്രതിഷേധത്തെ അല്ലല്ലോ ചോദ്യം ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് അതൊരു ആക്രമണത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം. അത് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോഴും അതേ പ്രശ്നമുണ്ട്. അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നുള്ള വ്യക്തിക്കെതിരെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമല്ല. അതിലപ്പുറം ഏതൊരാൾക്കായാലും എതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ, ശാരീരികമായ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നമുണ്ട്. അത് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായാലും ഉണ്ട്. അല്ല, ഞങ്ങൾ അസിത, ഞങ്ങൾ ആ അക്രമ സമരത്തെ അപലപിക്കുകയാണെന്നേ കോൺഗ്രസ് അക്രമ സമരത്തിന്റെ ആൾക്കാരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? പക്ഷെ നടക്കാത്തൊരു അക്രമത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ വന്നാൽ അത് നടക്കില്ല. മനസ്സിലായില്ലേ? കള്ളൻ കോഴിക്കൂട്ടി കയറി കോഴിയെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ആ കോഴിയുടെ പപ്പ അവിടെ കിടന്ന് അടുത്ത് നിൽക്കുന്ന വീട്ടിലെ ചേട്ടൻ്റെ തലയിലിട്ടിട്ട് ചേട്ടനാണ് കോഴിയെ കട്ടതെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇപ്പം 2 തരത്തിലുള്ള വീഡിയോകളുണ്ട്. ഒന്ന് ആരോഗ്യമന്ത്രിക്ക് നേരായി KSUവിൻ്റെ പ്രതിഷേധത്തിൻ്റെ വീഡിയോ. ആ KSU പ്രവർത്തകരെ ആ മന്ത്രിയുടെ ഗൺമാനടക്കമുള്ള പോലീസുകാർ അവർ പിടിച്ചു മാറ്റുന്ന വീഡിയോ. അതിനുശേഷം മന്ത്രി അയ്യോ എൻ്റെ കഴുത്തിന് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിച്ച് അവരുടെ വിഷമം പറയുന്ന വീഡിയോ. അവർ മുഖ്യമന്ത്രിയെ വിളിക്കുക, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്ന അക്രമം, അതിനിടയ്ക്കാണല്ലോ അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ടാവേണ്ടത്. ആ അക്രമത്തിന്റെ വീഡിയോ വെളിവിടണം. അത് എവിടെ നിന്ന് കിട്ടും? അത് കിട്ടുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന് ആക്സസബിൾ ആയ, സനോജ പറയട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന് ആക്സസബിൾ ആയ CCTV ദൃശ്യങ്ങളാണ്. അത് വിടണം. 1. 2, മന്ത്രി ഈ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അടക്കം വിളിച്ച് സംസാരിക്കുന്ന നിങ്ങളുടെ ക്യാമറ കണ്ണിൽ 1.5 മണിക്കൂർ നേരം അവിടെ നിൽക്കുന്നുണ്ട്. ഈ 1.5 മണിക്കൂർ നേരത്ത് അവർക്കുണ്ടായിട്ടില്ലാത്ത ശാരീരിക ആസ്വാസ്ഥ്യം അതെന്താണ് ഉണ്ടായത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിന് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിയിൽ വരണം. മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നത്തെ ദിവസം ജില്ലാ ആശുപത്രിയോട് വെളിയിൽ വിടാൻ പറയൂ. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് ഫ്രാക്ചർ ഉണ്ടായത്? ആ ഫ്രാക്ചർ ഉണ്ടായിട്ടുള്ളത് അക്രമത്തിൻ്റെ പുറത്താണോ? വലിയ അക്രമമൊന്നും മെഡിക്കൽ ബുള്ളറ്റിന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രഷർ ഉണ്ടായിട്ടാണോ? വലിയ അക്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രഷറാണോ? അത് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിയിൽ വന്നാൽ മാത്രമാണ് പറയാൻ പറ്റുക. ഇനി ഒരു കാര്യം, അസിത നേരത്തെ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയി റീത്ത് വെച്ചു, റീത്ത് വെക്കുന്നത് ശരിയായ രാഷ്ട്രീയമാണോ എന്നൊക്കെ ചോദിച്ചാൽ, ഞങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഭവനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ റീത്ത് വെച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജിനുള്ള റീത്തല്ല. അത് ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനുള്ള റീത്താണ്. നേരത്തെ അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, എന്താണ് വേദന, പിഞ്ചു കുഞ്ഞിൻ്റെ വേദന പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞു തൊട്ട് കോഴിക്കോട് ഹർഷിന എന്ന് പറയുന്ന ഒരു യുവതിയുടെ വയറ്റിൽ 5 വർഷത്തോളമാണ് ഈ പറയുന്ന കത്രിക കടന്നത്. എന്നിട്ട് അവരൊരു സമരം നടത്തി കേട്ടോ അസിത, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ. അവിടെ 6 തവണ ഈ വീണ ജോർജ് സന്ദർശിച്ചു. സമരപന്തൽ നോക്കൂ. ആരോഗ്യ വകുപ്പിനെതിരെ 6 വർഷം വയറ്റിൽ കത്രിക കടന്ന് സ്ത്രീ സമരം ചെയ്യുക. ആ സമരവേദിയിലേക്ക് 6 തവണ സന്ദർശിക്കുന്നു വീണ ജോർജ്. എന്നിട്ട് അവർ പറഞ്ഞു ഉടനടി നടപടി. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. മാത്രമല്ല മുൻപ് ആ കുഞ്ഞിന്റെ വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞത്, അത് പറയുന്നത് ആരാണ് എന്നതിലേക്കാണ് ഞാൻ അതിനെ ഉയർത്തി കാണിച്ചത്. ആ കുഞ്ഞിന്റെ വേദനയെ കുറിച്ച് പറയുന്ന ആൾ അയാൾ മൂലമുണ്ടായ വേദനയെക്കുറിച്ചും ആ നിലയിൽ തന്നെ ബോധമുള്ള ആളായിരിക്കണമല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. അത് വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കണ്ണൂർ DCC ഓഫീസിൽ ഉണ്ടായ SFI പ്രതിഷേധം. ഞാൻ വരാം, 10 സെക്കൻഡ് വേഗമാണ്. അങ്ങ് പറയുന്നുണ്ടല്ലോ ആ കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കുന്ന KSUക്കാർ സമരം ചെയ്യുമ്പോൾ മന്ത്രിക്ക് വേദന ഉണ്ടാവാതെ നോക്കണമെന്ന്. മന്ത്രിക്ക് KSUക്കാരാൽ വേദന ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏതാ പറയുക അയോട്ട ഓഫ് എവിഡൻസ് അസിതയുടെ കയ്യിലുണ്ടോ? 24ന്റെ കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കും. അല്ല വസന്ത്, ഞാൻ പറഞ്ഞത് മന്ത്രിക്കുണ്ടായ വേദനയെ കുറിച്ചല്ല. ഞാൻ ക്ഷമിക്കണം, ഞാൻ മറുപടി പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ. കാരണം ഞാൻ വസന്ത് പറഞ്ഞത് പൂർണ്ണമായും കേട്ടില്ല. ഞാൻ ആ കുഞ്ഞിന്റെ വേദനയെ കുറിച്ച് പറഞ്ഞത് ആ കുഞ്ഞിനുണ്ടായ വേദനയെ ചെറുതാക്കി കാണിച്ചല്ല. ആ വേദനയെ അഡ്രസ്സ് ചെയ്യുന്ന ആൾ
മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്താണ് എന്നതിനെ ആധാരമാക്കിയാണ്. ഞാൻ വരാം രാസന്തിലേക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഇതാ കണ്ണൂർ DCSC ഓഫീസിന് മുന്നിൽ SFIയുടെ പ്രതിഷേധം, പോലീസുമായി വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുകയും പോലീസ് ലാത്തി വീശുന്നു, SFI പ്രവർത്തകരും പോലീസും ഇരുവശത്തുമായി പോർ വിളിച്ച് നിലയുറപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ സനോജിലേക്ക് വരികയാണ്. VK സനോജ്, നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ വിമർശനമായി ഉന്നയിക്കപ്പെടാവുന്ന മറ്റൊരു കാര്യം എന്താണ്? ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം അത് കഴിഞ്ഞ എത്രയോ ദിവസങ്ങളിലായി തുടരുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രി ഉള്ള എല്ലാ ഇടങ്ങളിലും ആ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷ ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് അവരുടെ മറുപടി. പക്ഷേ അതിനപ്പുറം പോലീസിന്റെ സുരക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു പൊതുജനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തുമ്പോൾ അവിടെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയുണ്ട് സനോജ് അതിൽ. അല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ ചില വഴിയിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രകടനമൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളെ പോലീസ് സംവിധാനം അവിടെ എത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJPയുടെ എന്തോ പ്രതിഷേധ പരിപാടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും BJP നടത്തിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇത് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് പോലീസ് എത്തി അവരെ മാറ്റിയത്. അല്ലാതെ ഇതൊരു ഒളിയാക്രമണമാണ്. അപ്പോൾ ഉള്ളിയാക്രമണം നടത്താൻ വേണ്ടി KSU ബോധപൂർവം നേരത്തെ തയ്യാറെടുത്ത് മന്ത്രി തന്നെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് 2 കൂട്ടരും പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ കൂട്ടർ BJP ആയിരിക്കണം, അവർ പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം തന്നെ അകത്തും പ്രതിഷേധം നടന്നു എന്നുള്ളത് പോലീസ് അറിഞ്ഞിരുന്നു എന്നുള്ളത് മന്ത്രിയുടെ പ്രതികരണത്തിലുമുണ്ട്. അപ്പോൾ KSU പ്രവർത്തകർ ചാടി വീഴുന്നതും അവരെ പോലീസ് പിടിച്ചു മാറ്റുന്നതും മന്ത്രി അവരോട് ക്ഷോഭിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സനോജ്, ഇല്ലേ? നമ്മൾ കാണുകയല്ലേ, മന്ത്രി അവരോട് തിരിച്ചു ശോഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രി ശോഭിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നതിന് മുൻപാണോ ശേഷമാണോ? ഇല്ല, അതായത് പുറത്തെ BJPയുടെ സമരം അത് പ്രകടമാണ്. പുറത്ത് BJP ഇങ്ങനെ സംഘടിച്ചിട്ടുണ്ടെന്നും മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം നേരത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് അതിനനുസരിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു മന്ത്രി, ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുകയാണ്. സ്വാഭാവികമായിട്ടും ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒളിച്ചിരുന്ന് ചാടി വീഴും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥ സമരം എന്തിനാണ്? സമരം ആളുകളെ, ജനങ്ങളെ അറിയിക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ, അങ്ങനെയൊക്കെയല്ലേ സമരം ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മന്ത്രി പോകുന്ന ആളുകൾ കൂടുന്ന പൊതു ചടങ്ങിൽ അവർ കരിങ്കൊടി കാണിക്കട്ടെ, പൊതു ചടങ്ങിൽ വെച്ച് അവർ മുദ്രാവാക്യം വിളിക്കട്ടെ. ആർക്കാണ് ഇവിടെ തടസ്സം? മന്ത്രിയെ വഴി തടയും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയെത്ര സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്രയോ കാലമായി നടക്കുന്ന പ്രതിഷേധം. കണ്ണൂരിൽ ഉമ്മൻചാണ്ടി വരും എന്നറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ തടയാൻ, കരിങ്കൊടി കാണിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സമരമായിരുന്നു അത്. അല്ലാതെ ഉമ്മൻചാണ്ടി പോകുന്ന വഴിയിൽ വെച്ച് ആരെങ്കിലും ഒളിയാക്രമണം നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായതാണ്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ആയിരക്കണക്കിന് ആളുകൾ, 100, 200, 300 അല്ല, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ഒരു സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടി വരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നല്ലാതെ അവിടെയെല്ലാം മുൻകൂട്ടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇവിടെ എന്താണ്? മന്ത്രിയെ നേരത്തെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു കല്ലേറും നടന്നിട്ടില്ല. ആ കേസ് എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ കേസ്? അതെ, ആ കേസിൽ എന്താണ് സംഭവിച്ചത്? ആ കേസിൽ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറയട്ടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കേസിനകത്ത് 2 ആളുകൾ ഉമ്മൻചാണ്ടി മാപ്പ് നൽകിയോണ്ടാണ് നിങ്ങളുടെ DYFI പ്രവർത്തകർ ഇപ്പൊ ജയിലിൽ കിടക്കാതിരിക്കുന്നത്. ആ കേസിൽ ഏറ്റവും പ്രശ്നം സനോജ്, ഉമ്മൻചാണ്ടിക്കെതിരായ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണത്തെ അപലപിക്കാനുള്ള യോഗ്യതയും നിങ്ങൾക്കില്ല. അത് ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയല്ലേ?
117 ആളെയും വിചാരണ നടത്തി പറയാൻ കോടതി പറ്റുക? വെറുതെ വിട്ടു. ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടാണ് വെറുതെ ഇന്നത്തെ കാര്യം ആവശ്യമൊന്നുമില്ല. തീരുമാനിക്കുക. വിചാരണ നടത്തി കോടതി വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞത് അതല്ല ആശാൻ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് അല്ലേ? ആക്രമണം ആർക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ, ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയുള്ളതല്ലേ. ഇപ്പൊ സനോജ് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണമേ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ ശ്രമിച്ചാൽ അതല്ലല്ലോ അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സനോജിന്റെ ചോദ്യം അതാണ്, അന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെയല്ലേ സനോജ്? ഞാൻ അത് രണ്ടിനും ഒരുപോലെ തള്ളണ്ടേ, അല്ലാതെ ഒന്നിനെ മാത്രം എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? ഒരിക്കലും അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിക്കെതിരായി മുൻകൂട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്, മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമാണ്. ആ സമരത്തിനിടയിലേക്കാണ് അതുകൊണ്ട് കല്ലെറിയാമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ? കോടതി വെറുതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെറ്റി നോക്കി നിങ്ങൾക്ക് കല്ലെറിയാം, നേരത്തെ നോട്ടീസ് കൊടുത്താൽ എന്നാണോ പോട്ടെ ന്യായീകരിക്കുന്നു? വസന്തേ, ഞാൻ വീണ ജോർജിനെതിരായി ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വീണ ജോർജിനെതിരായ ആക്രമണത്തിന് തെളിവില്ല. പക്ഷെ നിങ്ങൾ അതിനെ ന്യായീകരിക്കുക. ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വീണ ജോർജ് പറഞ്ഞു ന്യായീകരണം ആര് പറഞ്ഞു? വേണ്ടേ, അവർക്ക് എവിടെ പരിക്ക് പറ്റി, എങ്ങനെ പരിക്ക് പറ്റി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിവിടാൻ പറ. വെറുതെ അനാവശ്യം ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി ആക്രമിച്ച് ന്യായീകരിക്കാൻ പോകുന്നു? അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ നിന്റെ വീട്ടിൽ ഞാൻ എന്റെ അവസരത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ അവസരത്തിൽ പല കള്ളവും ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് വീണ ജോർജിനെതിരെ ആക്രമണം ഉണ്ടായെങ്കിൽ 100% അപലപനീയമാണ്. ഞാൻ പറയട്ടെ, എന്റെ അവസരമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ സനോജ് പറയുന്നത് എന്താ? സനോജ് പറയുന്നത് പച്ചവെള്ളം പോലെ ക്ലാരിറ്റി ഉള്ള ഒരു ആക്രമണത്തെ ന്യായീകരിക്കുന്നത്. അത്രേ ഉള്ളൂ. വീഡിയോ ഫോട്ടോ ദൃശ്യവും കേട്ടിരിക്കുന്നവർ പറയാൻ വേണ്ടി കഴിയോ? വീഡിയോ ഫോട്ടോ ദൃശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയോ? എന്നാ പിന്നെ കോൺഗ്രസ് അങ്ങനെ പറ. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ഒരു അക്രമമല്ല എന്ന് കോൺഗ്രസ് പറ. എന്നാ പിന്നെ നാളെ ആരൊക്കെ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറയില്ല. ഇവിടെ വീണ ജോർജിനെ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. സമരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇത് ഗുണ്ടാ പ്രവർത്തനമാണ്. ഇത് VD സതീശന്റെ കൊട്ടേഷൻ സംഘമാണ് ഇത് നേതൃത്വം കൊടുത്തത്. ഇമാതിരി കൊട്ടേഷൻ പണിയെടുത്തിട്ട് അതിനെ ന്യായീകരിക്കുക, തള്ളി പറയുന്നതിന് പകരം. ഇത് സമരമല്ല, ഇതിനെ സമരമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് തെമ്മാടിത്തമാണ്, ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസത്തെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് പകരം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ നോക്കി പച്ചക്കള്ളല്ലേ ഇവർ പ്രചരിപ്പിച്ചത്. എന്താ ഇവരുടെ ചാനൽ വക്താവ് ജിൻഡോ ജോണി ഇട്ട പോസ്റ്റ് എന്താ? ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന്റെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. എൻ്റെ കൈക്ക് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് കൈക്ക് പരിക്ക് പറ്റിയത് വീണ ജോർജ് പറഞ്ഞു എന്ന് ഇവർ പറയുക. എവിടെ പറഞ്ഞു? വീണ ജോർജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും വീണ ജോർജിന്റെ കൈക്കാണ് പരിക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുകയല്ലേ. എന്തിനാ? ഇവർക്ക് ന്യായീകരിക്കാൻ, ഒളിച്ചു വെക്കാൻ പലതുമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, എന്താ നിങ്ങൾ ധൃതി പിടിക്കുന്നത്? അവരിപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇമാതിരി തമ്മാടിത്തം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതും ഇതും പറയരുത്. ഇത് ഈ നിലയിൽ വലിയ പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. കണ്ണൂരിലാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ആക്രമണം ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ എന്താകും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നാടിനുണ്ടാക്കുന്ന പ്രത്യാഘാതം അത് ചെറുതാകില്ല. അതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് പലയിടത്തു നിന്നും. നോക്കൂ, ഇവിടെ പറയാനുള്ള സംഗതി, അതിക്രമം നടത്തുന്ന ആളുകൾ ന്യായീകരിക്കുന്നത് കണ്ടിട്ടാണ്. കാരണം അതും ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള വസന്ത്, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ തെളിവ് മുഴുവനും മാധ്യമ വിചാരണയ്ക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇട്ട് തരണമെന്ന് പറയാൻ സാധിക്കുക? നമ്മുടെ കോടതിയിൽ വെക്കേണ്ട തെളിവിൻ്റെ എല്ലാവിധ എവിഡൻഷ്യറി വാല്യൂവും ചോർത്തി കളഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ആ തെളിവെടുത്തിട്ട് പൊതു തരണമെന്ന് പറയണമെങ്കിൽ പൊതു ഇടത്തിലേക്ക് ഇടണമെന്ന് പറയുന്നത് എത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിനോട് ഇങ്ങനെയൊക്കെ തെളിവ് ചോദിക്കാൻ എന്താണ് അവകാശമുള്ളത്? അത് ആരാണ് ചോദിക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ്സ്മാരായ നമുക്ക് രണ്ടുപേർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് തെളിവ് കൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് പ്രതിഷേധങ്ങൾ നടത്താം.
നിങ്ങൾ വന്നിരിക്കുന്ന പ്രതിഷേധം നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇന്റലിജൻസും കാര്യങ്ങളൊക്കെ വളരെ ഫെയിലിയർ ആയിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കേന്ദ്രത്തിന്റെ ഇടം കൂടിയാണ്. അത് ആ സ്പേസിന്റെ അകത്തിരിക്കുന്നത് കേരള പോലീസ് പോകുന്നത് മന്ത്രിയുടെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷന്റെ മൊത്തം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് RPFന്റെ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അവിടെ എവിടെ കേന്ദ്രത്തിന്റെ പോലീസ് എവിടെ? ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് BJP-ക്കാർ സമരം നടത്തുന്നു, അതിന്റെ അകത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നു. അപ്പം രണ്ട് മെഷീനറിയുടെയും ഫെയിലിയർ അല്ലേ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ എന്താ കേരള പോലീസിനെ മാത്രം വെല്ലുവിളിക്കുന്നത്? മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ യാത്രയെ നിങ്ങൾക്ക് തടുക്കാൻ പറ്റുന്നത്? ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ടുന്ന ഒരു ഇടം, അതും ഒരു സ്ത്രീ അവരെ നേരെ ആക്രമിച്ച് കരിങ്കൊടി കാണിച്ചു വരിക എന്ന് പറയുന്നത്, അത് ഉമ്മൻചാണ്ടി സാറിനെ കല്ലെടുത്ത് എറിഞ്ഞില്ലേ, അതുകൊണ്ട് വീണ ജോർജിനെ ഞങ്ങൾക്ക് അതിക്രമിക്കാം എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഞങ്ങൾ സ്ത്രീകൾ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഇവിടെ വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് കോൺഗ്രസ്, ഇത്രയും കാലം ഇല്ലാത്ത കോൺഗ്രസ് എവിടെ നിന്നൊക്കെയോ വന്ന് ഒരുപാട് സമരങ്ങൾ ചെയ്ത് ഇനി ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇലക്ഷൻ വരെയല്ലേ ഞങ്ങളിവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നു എന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ മുൻപ് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു, സമാധാനപരമായി ചെയ്യാമായിരുന്നു. ഇത് വല്ലാത്തൊരു മോശമായ അവസ്ഥയിലേക്ക് പോവുകയും ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള സന്ദേശം കൊടുക്കുകയും ചെയ്യണം. മാത്രമല്ല നമ്മളെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കൂ. നിങ്ങൾ ഏറ്റവും വലിയ രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ ഏറ്റവും ഡിജിറ്റൽ വേൾഡിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ? ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? നമ്മളുടെ ഇന്റർനെറ്റല്ലേ നമ്മളുടെ പകുതിയിലേറെ ലോകം നമ്മുടെ സമയവും അപഹരിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ള ഇടങ്ങളിൽ ഏറ്റവും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് സ്ട്രൈക്ക് യൂസ് ചെയ്തുകൂടാ? നിങ്ങൾ ഇപ്പോഴും മനുഷ്യന്റെ നേരെയാണോ അതിക്രമം നടത്തുന്നത്? പക്ഷേ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ശ്രീമതി ആശ ഉണ്ണിത്താൻ അതിപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ലല്ലോ നടത്തുന്നത്. ആ നിലയിലുള്ള ഇപ്പോൾ താങ്കൾ അതിനെ അപരിഷ്കൃതമായ സമര രീതി എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ നോക്കൂ, ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ ഒട്ടും കുറച്ചു കണ്ടിട്ടല്ല പറയുന്നത്. മുൻപ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കരിങ്കുടി ഉയർത്തിയ ആളുകളെ പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നത് നമ്മൾ കാണുകയല്ലേ? അപ്പോൾ അതാണോ പരിഷ്കൃതം? ഒരിക്കലുമല്ല. അത് കേരള പോലീസിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപം. ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല. ഒരു മനുഷ്യൻ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അവരെ അവിടെ വെച്ചിട്ട് പൂച്ചട്ടി കൊണ്ട് അടിക്കാമെന്ന് പറയുന്നില്ല. മതിയായ രീതിയിൽ അവരുടെ കയ്യിൽ നിന്നും അപകടകരമായ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് വരെ മാത്രമേ അവരെ ബലപ്രയോഗം നടത്താനുള്ള അധികാരമുള്ളൂ. നമുക്ക് ഒരു നിയമവാഴ്ച ഇല്ലേ ഈ നാട്ടിൽ? നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ നിയമത്തെ എടുത്ത് അങ്ങ് കശക്കി ഇറങ്ങി ശബരിമല സമയത്തുള്ള ഒരു സുവർണാവസരം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യരുടെ സമാധാനപരമായ ജീവിതത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഈ ലീഗാലിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിയമവാഴ്ച ഇല്ലാതാക്കിക്കൊണ്ട് എന്തും ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്ന് കാണുമെന്നും, നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി വളരെ വിധേയരായി ആട്ടിൻകുട്ടികളെ പോലെ വന്ന് വോട്ട് ചെയ്യുന്നതാണോ വിചാരിക്കുന്നത്? പ്രതിഷേധം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഓരോ ആളുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് ഗവൺമെന്റുകളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നിങ്ങൾ ഇത്രയും കാലം മിണ്ടാതിരുന്നതിന് മുകളിൽ നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇപ്പോൾ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു മന്ത്രിയുടെ നേരെ അതിക്രമം നടത്തിക്കൊണ്ട് പിന്നെ അവർക്ക് തലയ്ക്കാണോ പറ്റിയത്, കൈക്കാണോ പറ്റിയത്? നിങ്ങളുടെ മുന്നിൽ തെളിവിടണം. നിങ്ങൾ ആരാണ് ഇതൊക്കെ ചോദിക്കാനായിട്ട്? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരണ എന്ത് ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന്? എന്ത് ഉത്തരവാദിത്തമുണ്ട് ജുഡീഷ്യറിക്ക്? എന്ത് ഉത്തരവാദിത്തമുണ്ട് പോലീസിന്? സ്ഥലം ഇൻസ്പെക്ടർ കേസ് അന്വേഷിച്ചിട്ട് FIR ഇട്ട് കേസ് അന്വേഷിച്ച് ആ കേസിന്റെ ചാർജ് കൊടുക്കേണ്ടത് DCC ഓഫീസിന്റെ മുന്നിലാണോ അതോ CPMന്റെ ഓഫീസിന്റെ മുന്നിലാണോ അതോ കോടതിയുടെ മുന്നിലാണോ ചെയ്യേണ്ടത്? നമുക്ക് തെറ്റായ ഒരു സന്ദേശം കൊടുക്കണം. പൊളിറ്റിക്കൽ ചർച്ചകൾ ഞാൻ വരാറേ ഇല്ല, പക്ഷെ പൊളിറ്റിക്കൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇതുപോലെ മോശമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ മനുഷ്യരിയ്ക്കുന്ന, നാളെ വോട്ട് ചെയ്യാൻ വരുന്ന അകത്തളങ്ങളിലിരിക്കുന്ന TVയുടെ അകത്തിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വെറുപ്പായി തുടങ്ങി. ഇത്രയും രീതിയിൽ ചെറുപ്പക്കാരായ കുട്ടികൾ, അതായത് SFI ആണെങ്കിലും DYFI ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനത്തിലെ ആളുകളാണെങ്കിലും വിവരമുള്ള മനുഷ്യരാണെങ്കിലും പഠിച്ച മനുഷ്യരാണെങ്കിലും പഠിക്കാത്ത മനുഷ്യരാണെങ്കിലും ഇങ്ങനെ വന്നിരുന്ന് അപഹാസ്യപരമായി സംസാരിക്കാതിരിക്കൂ. കേരളത്തിന്റെ രീതിയിൽ കുറച്ചും കൂടി അർഗുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരു അമർത്യാസൻ ഉണ്ട് നമുക്ക്. ശരിയാണ്, സംവാദത്തിലൂടെയാണ് നമ്മുടെ വളർച്ച ഉണ്ടാവുക. സംവാദത്തിലൂടെ നമ്മുടെ രാഷ്ട്രീയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ സംസാരിക്കണം, സംവാദമാണ് നമ്മളുടെ സ്ഥലം. പക്ഷേ ഈ സംവാദത്തിന്റെ ഇടയിൽ ചെളി വാരി എറിയുകയും ഞങ്ങളുടെ മുതുമുത്തച്ഛൻ അങ്ങനെ ചെയ്തു, നിങ്ങളുടെ മുതുമുത്തച്ഛൻ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങളുടെ ആ പോർക്കളികൾ തീർക്കാനുള്ള ഇടമല്ല ഞാൻ താമസിക്കുന്ന ഇടം, എൻ്റെ കുട്ടികൾ താമസിക്കുന്ന ഇടം, എൻ്റെ അയൽവക്കക്കാർ താമസിക്കുന്ന ഇടം. നിങ്ങളൊക്കെ കണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഏതൊക്കെ രീതിയിൽ ഭയപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിക്കൂ. ട്രൈ ബെറ്റർ മെത്തേഡ്സ്, ട്രൈ ബ്യൂട്ടിഫുൾ മെത്തേഡ്സ്. നിങ്ങളുടെ പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ ചെവിയിലേക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ സമാധാനപരമായി സംസാരിക്കൂ. എന്നെ നേരെ അടിക്കാൻ വരുന്ന ആളുടെ നേരെ പ്രതിഷേധിക്കുന്ന സമയത്ത് മന്ത്രി ഒച്ചയിട്ടത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഒരു സ്ത്രീ ആക്രോശിക്കാൻ പാടുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോഴേക്ക് മന്ത്രിയുടെ വായിൽ അസഭ്യം തിരികെ കയറ്റി, മന്ത്രി അസഭ്യം പറഞ്ഞു എന്നാക്കി മാറ്റി. ഒരു പൊതു ഇടത്തിൽ നിന്നല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ഏത് വാക്കാ മന്ത്രി അസഭ്യം പറഞ്ഞത്?
ഒരു സ്ത്രീ അവരെ നേരെ അതിക്രമിക്കാൻ വന്ന സമയത്ത് അവർ തിരിച്ച് ഒച്ചയിട്ടപ്പോൾ അത് ആക്രോശിക്കാൻ വന്നു, അസഭ്യം പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? നോക്കൂ, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. പ്രൊവോക്കേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രൊവോക്കേഷന് മുകളിൽ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അത് മനുഷ്യത്വമാണ്. അത് വളരെ ക്ലിയർ ആണ്. ആ നിലയിലുള്ള പ്രതികരണമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഞാൻ വരാം വസന്ത്. മുൻപ് ഷാഫി പറമ്പിലിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പ്രതിഷേധക്കാർക്കു നേരെ തിരിച്ച് പ്രതിഷേധിക്കുന്ന ഷാഫി പറമ്പിലിന്റെ വീഡിയോ മാസ് BGM ഇട്ട് ആഘോഷിച്ചവരാണ് നിങ്ങൾ. നിങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി KSUക്കാർക്കെതിരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ മന്ത്രി അസഭ്യം പറഞ്ഞു എന്ന നിലയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത്. വസന്ത്, 3 കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. ഒന്ന്, ആശാ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യത്തിനാണ്. മേഡം, നിങ്ങൾ വെറുതെ ഇതിനെ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള അക്രമമായി കാണണ്ട. അങ്ങനെ കണ്ടാൽ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സ്ത്രീ കാരണം സ്വന്തം കൈ നഷ്ടപ്പെട്ട വിനോദിനി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആ വിനോദിനിയുടെ അമ്മ പ്രസീത ഒരു സ്ത്രീയാണ്. 5 വർഷക്കാലം ഇവരുടെ സിസ്റ്റത്തിന് കീഴിൽ വയറ്റിൽ കത്രിക കടന്ന ഹർഷിന ഒരു സ്ത്രീയാണ്. ഷാഹിന ഒരു സ്ത്രീയാണ്. എൻ്റെ നാട് കോട്ടയത്ത് ഈ പറയുന്ന ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് മരണപ്പെട്ട ബിന്ദു അവരും ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അനാവശ്യമായി സ്ത്രീപക്ഷവാദ കാർഡ് ഇറക്കി യഥാർത്ഥ സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശത്തെ നിങ്ങളായിട്ട് തച്ച് തകർക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. 2, നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിയിൽ വിടാൻ പറയാൻ എന്ന് ചോദിച്ചാൽ പറയട്ടെ. അല്ല, പ്രിയപ്പെട്ട ആശാ ഉണ്ണിത്താൻ, അങ്ങ് സംസാരിച്ചപ്പോ അങ്ങ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഇടപെട്ടില്ല. ഉത്തരം പറയാം. 2 ആശാ ഉണ്ണിത്താൻ, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങ് ചോദിച്ചു നിങ്ങൾ ആരാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിയിൽ വിടാൻ പറഞ്ഞാൽ ഞാനല്ല. ഈ സംസ്ഥാനത്തെ പൊതുസമൂഹത്തിന് അറിയണം മന്ത്രിക്ക് എന്താണ് ഉണ്ടായത്. അത് ഞങ്ങളുടെ റൈറ്റ് ആണ്. അത് മേഡം അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ അത് അറിയില്ലേ? അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ അത് അറിയില്ലേ? പിന്നെ എന്ത് അഡ്വക്കേറ്റ് ആണങ്ങ്? നോക്കൂ, ഇതാ ഞാൻ ആ ദൃശ്യങ്ങൾ പങ്കുവെക്കാം. മന്ത്രി ഒന്നും വിടണ്ടേ? ഞാൻ വിടാം. പൂർണ്ണ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ 24 കണ്ടോ? 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പൂർണ്ണ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. ആ ദൃശ്യത്തിൽ ഒരിടത്ത് പോലും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നവരെ മന്ത്രിയുടെ പോലീസ് പിടിച്ചുവെക്കുന്നതാണ് കാണുന്നത്. പ്രിയപ്പെട്ട 24 ഇത് കാണിക്കണം. മുഴുവൻ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഇതാ നിങ്ങൾ കണ്ടോ? എവിടെയാണ് മന്ത്രി ആക്രമിക്കുന്നത്? അല്ല, അവിടെ എവിടെയാണ് മന്ത്രി ആക്രമിക്കുന്നത്? 2 പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് നെരിച്ചു എന്നാണ്. എവിടെയാണ് കഴുത്ത് പിടിച്ച് നെരിച്ചത്? ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി കോൺഗ്രസ് പാർട്ടി ഓഫീസുകളെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താനും പാർട്ടി സെക്രട്ടറിയും സനോജ് അടക്കമുള്ളവർ. ഞാൻ അവസാനിപ്പിക്കാൻ സമയമായി ഞാൻ സനോജിലേക്ക് പോകുകയാണ്. സനോജ്, ആരോഗ്യമന്ത്രിക്കെതിരായ ആക്രമണത്തെ ചെറുതാക്കി ഞാൻ അവസാനിപ്പിക്കട്ടെ. സമയമില്ല. സനോജ്, നോക്കൂ, ആരോഗ്യമന്ത്രിക്കെതിരായ അതിക്രമത്തെ അത് ഒരു നിലയിലും ഒട്ടും ചെറുതാക്കി കാണുന്നില്ല സനോജ്. പക്ഷേ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദൃശ്യങ്ങളും പുറത്തു വന്ന സാഹചര്യത്തിൽ അതിൽ ഒറ്റ ദൃശ്യം മാത്രം മിസ്സാവുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക സംശയമാണ് ആ ദൃശ്യത്തിൽ അത് കാണുന്നില്ലല്ലോ എന്ന നിലയിൽ ഉണ്ടാകുന്നത് സനോജ്. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നവരെ പൂർണ്ണമായും അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുമോ? ഈ ദൃശ്യത്തിന്റെ കാര്യമൊക്കെ അങ്ങ് വിട്. കാരണം അവിടെ ഒരു സംഘർഷം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ സംഘർഷത്തിന്റെ ഇടയിൽ ക്യാമറ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റിയിട്ടില്ല എന്ന് നമുക്കിപ്പോൾ എങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും? എങ്ങനെയാണ് അയാൾ പറയുന്നത്? അയാളുടെ രാഷ്ട്രീയമായ താല്പര്യത്തിന് ഭാഗമായി പറയല്ലേ. മന്ത്രിക്ക് കഴുത്തനക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വേദനയുമായിട്ടാണ് മന്ത്രി ആ ICUവിൽ കിടക്കുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ വരട്ടെ. നിങ്ങൾ അതുവരെയെങ്കിലും ആ കാര്യങ്ങൾ പറയാതിരിക്കുമോ? മന്ത്രിയെ മർദ്ദിച്ചിട്ടില്ല എന്ന കാര്യം. പിന്നെ കുറെ സ്ത്രീകളെ പേര് പറഞ്ഞിട്ട് അവരെയെല്ലാം കൊന്നത് ഈ മന്ത്രിയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വളർച്ച സംബന്ധിച്ച് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും നല്ലതല്ലേ പറയൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തെല്ലാം അതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ വേണ്ടി 2010 8 ഡയാലിസിസ് യൂണിറ്റുകൾ മാത്രമാണ് ഗവൺമെന്റ് മേഖല ഉണ്ടായത്. ഇന്നിപ്പോ 150-ൽ കൂടുതൽ ഡയാലിസിസ് യൂണിറ്റുകൾ എത്ര ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഈ വസന്തന്? നിങ്ങളൊരു കാര്യം മനസ്സിലായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു വസന്തേ, അത് ഈ കേരളത്തിലാണ്.
അത് ആരോഗ്യമന്ത്രി അന്ന് വീണ ജോർജ് ശരി തന്നെയായിരുന്നു. ശരി അല്ല, സനോജ്, അതുകൊണ്ട് എന്തായാലും ആ ആരോഗ്യ നേട്ടങ്ങൾ നമ്മൾ ഒട്ടും കൈ കുറച്ചു കാണുന്നില്ല സനോജ്. പക്ഷേ ആ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ അതേ ആരോഗ്യ മേഖലയിലാണ് നമ്മൾ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞ വിനോദിനി ഉൾപ്പെടെയുള്ള പേരുകളും ഹർഷേന ഉൾപ്പെടെയുള്ള പേരുകളും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അത്തരം വിഷയങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും, അത് ജനാധിപത്യത്തിൽ ഉണ്ടാകുന്നതുമാണ്. എന്തായാലും വളരെ നന്ദി വി കെ സനോജ്, അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ആശ ഉണ്ണിത്താൻ, അലോഷ്യസ് സേവ്യർ എൻകൗണ്ടറിൽ സഹകരിച്ചതിന്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.